കെടുകാര്യസ്ഥത, അനാസ്ഥ, അഴിമതി, സ്വജനപക്ഷപാതം, സിസ്റ്റത്തിൻ്റെ തകർച്ച, അങ്ങനെ വലിയ കുറ്റപത്രമാണ് ഈ ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷവും ബി ജെ പിയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവസാന വർഷത്തിലെത്തി ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉടനെ മെയ്യിൽ വരാൻ സാധ്യതയുണ്ട്. അവസാന വർഷമായപ്പോൾ ഇത് കല്ലടിച്ച പൂക്കുല പോലെ പരസ്പരം തമ്മിലടിച്ച് വാറടിച്ച് കീറുന്നൊരു ഗവൺമെൻറ്റായി ഇത് മാറി എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെയൊക്കെ ഒരു നിരീക്ഷണം. കാരണം യാതൊരു സാഹചര്യവും ഇല്ലാത്ത രീതിയിൽ അവസാന വർഷം വലിയ അഴിമതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SC/ST വിഭാഗത്തെക്കുറിച്ചുള്ള അഴിമതി ഇപ്പോൾ ആൾറെഡി ഇന്ന് പത്രസമ്മേളനം നടത്തി BJP നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. കുമ്മനം രാജശേഖരനും VV രാജേഷും കൂടെയൊക്കെ സെക്രട്ടറിയും കൂടെയൊക്കെ ഇന്നത്തെ 5.5 കോടി രൂപയുടെ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഴിമതി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അനാസ്ഥകൾ, സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ, ഓരോ വകുപ്പെടുത്താൽ ആരോഗ്യവകുപ്പിൽ തുടങ്ങി കൃഷി വകുപ്പിൽ വന്നു. അത് ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസയില്ല. ഓണത്തിന് പച്ചക്കറിയുടെ പ്രശ്നങ്ങളുണ്ട്. തേങ്ങയുടെ വിലയാണെങ്കിൽ കുതിച്ചു വരുന്നു. വെളിച്ചെണ്ണയുടെ വില പിടിച്ചാൽ കിട്ട സ്വർണ്ണത്തേക്കാൾ വലിയ വിലയാകുന്നു. പിന്നെ അതുപോലെ സ്കൂൾ ഇപ്പോൾ തേവലക്കര സ്കൂൾ ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തു. പക്ഷേ എങ്കിലും ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പിരിച്ചുവിട്ടു. അത് CPMൻ്റെ ഒരു സഹയാത്രികനായിട്ടുള്ള ആളുകളത് നടത്തിയതുകൊണ്ട് പിരിച്ചുവിടാൻ എളുപ്പമായിരുന്നു. അതിനെ പിരിച്ചുവിട്ടിട്ട് അത് DO അത് ഏറ്റെടുത്തു. ഇനിയിപ്പോൾ സർക്കാർ സ്കൂളായി മാറി. അത് വലിയ രീതിയിലേക്ക് ആ സ്കൂൾ മാറും. എന്തായാലും ഇതിൽ എന്ന് പറയുന്നൊരു കുട്ടിയുടെ മരണത്തോടു കൂടി മരിച്ചത് കൊണ്ടും കൂടെ ആവാം ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് ഇനിയിപ്പോൾ വലിയ രൂപത്തിലേക്ക് സ്കൂൾ മാറുന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ എന്നാൽ പോലും വലിയ അഴിമതിയും അനാസ്ഥയുമാണ്. ഇപ്പോൾ ജയിൽ നോക്കൂ, ജയിലിൻ്റെ സിസ്റ്റം ആഭ്യന്തര വകുപ്പാണ്. മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വലിയ കാര്യങ്ങളാണ് നടക്കുന്നത്. കാരണം ഗോവിന്ദസ്വാമിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ജയിലിൽ മദ്യം കിട്ടുന്നു, കഞ്ചാവ് കിട്ടുന്നു, ലഹരി പദാർത്ഥം കിട്ടുന്നു, മൊബൈൽ കിട്ടുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുന്നു, കുഴിമന്തി കിട്ടുന്നു, ബിരിയാണി, അതെന്താ പറയുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ടത് വരുത്തി തരാൻ, പുറത്തുനിന്ന് ഫുഡ് വരുത്തി കഴിക്കാൻ പറ്റുന്നു, എന്തൊക്കെയാണ് കേൾക്കുന്നത് നമ്മൾ. അപ്പോൾ ചുരുക്കത്തിൽ ഒരു കെടുകാര്യസ്ഥതയുടെയും ഒരു അനാർക്കിയുടെയും രീതിയിലേക്കാണ് ഭരണ സംവിധാനം പോകുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെയും BJPയുടെ നേതാക്കളുടെയും ഒരു ആരോപണമായി പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. അത് ചർച്ച ചെയ്യണം. പക്ഷേ എന്തായാലും ഇതിനെ ഈ പ്രതിപക്ഷ നേതാവായാലും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരായാലും ഒക്കെ BJP നേതാക്കളുമൊക്കെ പറയുന്നതിന് ഉപോത്ബലകമായി കുറേയധികം കാര്യങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തായാലും സംസ്ഥാനത്ത് വളരെ കൃത്യമായി ഓരോ വകുപ്പെടുത്തു കഴിഞ്ഞാൽ, അത് വിദ്യാഭ്യാസമാവട്ടെ, ആരോഗ്യമാവട്ടെ, സാംസ്കാരികമാകട്ടെ, ഏത് വകുപ്പെടുത്താലും ഒരു സിസ്റ്റമില്ലായ്മയുടെ പ്രശ്നമുണ്ട് ഇവിടെ, ഒരു വ്യവസ്ഥയില്ലായ്മയുടെ. സാധാരണ പഴയ കാലത്താണെങ്കിൽ ഒരുപാട് വികസന പ്രവർത്തനമൊന്നും നടന്നില്ല എങ്കിൽ പണമില്ല, പക്ഷേ സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സിസ്റ്റം തന്നെ പ്രശ്നമാണെന്ന് സിസ്റ്റത്തിലുള്ളവർ പറയുന്ന മന്ത്രിമാർ തന്നെ പറയുകയാണ് സിസ്റ്റം കേടായിപ്പോയെന്ന്. ആ രീതിയിലേക്കുള്ള ഒരു വ്യവസ്ഥിതി തന്നെ, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം തന്നെ ഇല്ലാതാവുന്ന രീതിയിലാണ് DGPയുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അവർ തമ്മിലുള്ള കേസ് കൊടുത്തത് നമ്മൾ കണ്ടത്. മനോജ് എബ്രഹാം ഉണ്ട്, അജിത് കുമാർ IPS അടക്കമുള്ള എല്ലാവരും തമ്മിലുള്ള തർക്കമൊക്കെ നമ്മൾ കണ്ടതാണ്. IAS പോരാണെങ്കിൽ അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അതിനകത്തൊരു കാര്യമില്ല, നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കൃത്യമായൊരു രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനും കഴിയില്ല. വളരെ കൃത്യമായ ഗുരുതരമായിട്ടുള്ള സിസ്റ്റം ഫെയിലുവർ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച് വരുന്നു. സുധാകരനെ പോലെയുള്ളവർ, പിരപ്പങ്കോട് മുരളിയെ പോലുള്ളവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നവർ, എന്തെങ്കിലും ഈ ഗവൺമെൻറ്റിൽ നിന്ന് നക്കാപ്പിച്ചാൽ വേണ്ടാന്ന് ചിന്തിക്കുന്ന എല്ലാവരും, പാർട്ടിയിൽ നിന്നുമുള്ള സ്ഥാനവും മാനവും അധികാരമൊന്നും വേണ്ടാന്ന് ചിന്തിക്കുന്ന എല്ലാവരും അഭിപ്രായം പറഞ്ഞു തുടങ്ങി. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ രാഷ്ട്രീയ അഭിപ്രായം വരും ദിവസങ്ങളിൽ എന്തൊക്കെ കോളിളക്കങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് മാറ്റിമറിക്കുന്നതെന്ന് ഇനി കാണേണ്ടിയിരിക്കുന്നു.